നല്ല ഒരു കലാതൽപര ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ഡാൻസ്, അതുപോലെ യോഗ, സകലകലാ വല്ലഭ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഡോക്ടർ. ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം ആണ് അവർ ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ ശ്രീജ മൂപ്പത്ത്. ഡോക്ടർ ശ്രീജ മൂപ്പത്തിന് പടവുകളിലേക്ക് സ്വാഗതം. മേഡം നമസ്കാരം. നമസ്കാരം. നമ്മളപ്പോൾ ഒരു മുഖവിരൊന്നും ആവശ്യമില്ലല്ലോ, തീർച്ചയായും. അപ്പോൾ സ്വാഭാവികമായിട്ടും മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസൻറ്റ് മൂഡിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. പ്ലസൻ്റാണ്, ഹാപ്പിനെസ് വേൾഡാണ് മേഡത്തിൻ്റെ ഒരു പോളിസി. ഹാപ്പിനെസ് വേൾഡല്ല, നമ്മൾ ചിരിക്കുമ്പോൾ അതിൻ്റെതായ, ഞാനൊരു സ്മൈൽ ഡെന്റിസ്റ്റ് ആണ്. അതെ അതെ. അപ്പോൾ ചിരി നമുക്കൊരു പ്രധാനമായ ഒരു ഘടകമാണ്. അങ്ങനെ പല്ലുകൾ കാട്ടി ചിരിക്കുക അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒരു ചിരിയുടെ ഒരു പോസിറ്റീവ് എനർജി നമ്മള് വരുന്ന പേഷ്യൻസും. അതെ, തീർച്ചയായും. ഇപ്പൊ നമ്മള് നല്ല കറുത്ത മുഖത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ആ കാണുന്ന ആൾക്കാർക്കും ഒരു ഇത് ഉണ്ടാവില്ലേ, ഒരു സന്തോഷം കാണില്ല. അപ്പൊ അവരെന്തായാലും ഒരു മാനസിക സമ്മർദ്ദം ഒക്കെ ആയിട്ടാവും. ഈ പല്ല് വേദന എന്നൊക്കെ പറയുമ്പം അതിന്റെ വേദന ഉണ്ടാവും. പിന്നെ അത് നമ്മളെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ അത് മാറി കിട്ടണം വെച്ചിട്ടാവും പറയാം. അപ്പൊ നമ്മൾ ഈ കറുത്ത മുഖത്തോടെ അവർക്കത് ഇരട്ടി ടെൻഷൻ. തീർച്ചയായും അത് സ്വാഭാവികമാണ്. പലരും പറയാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ ചവയ്ക്കാൻ വയ്യ എന്നൊക്കെ പറയാറുണ്ട്. വയസ്സാവാത്ത ആളുകൾക്ക് തന്നെ ഇപ്പുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു 50 വയസ്സ് കഴിഞ്ഞാലാണ് പല്ലുവേദന, അജാതി സാധനങ്ങളൊക്കെ വരാറ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് തന്നെ വരുന്നത്. എന്താ ടീച്ചറെ, എന്താ വേണം അതിൻ്റെ കാര്യം? നമ്മൾ കുഞ്ഞുനാൾ മുതൽക്ക് തന്നെ പല്ലിന് കെയർ കൊടുത്തു തുടങ്ങണം. എന്ന് വെച്ചാൽ ഈ കുട്ടികൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പല്ലിൻ്റെ കാര്യവും. അതായത് നമ്മളിപ്പം ഏർലി സ്റ്റേജിൽ, അതായത് ഈ നഴ്സിംഗ് ബോട്ടിൽ കാര്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതായത് കുട്ടികൾക്ക് അതായത് എന്താ പറയുക, പാല് കൊടുത്തിട്ട് അങ്ങനെ പാല് തങ്ങി നിന്നിട്ട് കേടുവരിക. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു 1 year ഒക്കെ ആകുമ്പോൾ തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതായത് ഈ കുട്ടികൾ അത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ ഈ ഫ്യൂച്ചറിൽ നമുക്കത് എന്താ പറയുക, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അതായത് പല്ല് കെട്ടിക്കൽ. അപ്പോൾ ഇതാണ് ഒരു ഗൈഡൻസ് ആയിട്ടാണ്, ഈ ചെറിയ പാൽപ്പല്ലുകളാണ് ഒരു ഗൈഡൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതായത് പെർമനൻറ്റ് ടീത്തിനെ ഗൈഡ് ചെയ്ത്, അതായത് പൊസിഷനിൽ കൊണ്ടുവരുത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പാൽപ്പല്ലുകളാണ്. അതായത് ബേബി ടീത്ത്. അതായത് ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങുന്ന ചെറിയ പല്ലുകളാണ് മുതിർന്നാലും ഉണ്ടാവുക അല്ലേ? അതിന് പല്ലിന് മാറ്റം ഉണ്ടാവും. 18-12 വയസ്സിൽ ആ പല്ല് പൊഴിഞ്ഞു പോകും. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് കാര്യമായിട്ട് കെയർ ഒന്നും കൊടുക്കാറില്ല. പൊതുവേ ഉള്ള ഒരു സമൂഹത്തിന്റെ ഒരു ഇതാണത്. പക്ഷെ അതിനു കൂടി നമ്മൾ കെയർ കൊടുക്കണം. ഇപ്പൊ ഇന്ന് പേഷ്യൻസ് മിക്കവരും, അതായത് പേഷ്യൻസ് കുട്ടികളുടെ രക്ഷിതാക്കൾ കെയർ കൊടുക്കാറില്ല. അത് ഇങ്ങനെ കുഴപ്പമില്ല, അത് പറഞ്ഞു പോകുന്നല്ലേ എന്ന് വിട്ടിട്ട് വിടാറുണ്ട്. ഞാൻ ഒരു പല്ല് ദന്ത ഡോക്ടർ എന്നുള്ളേക്ക് ഡോക്ടർ ശ്രീജ മേഡത്തിന് പറയാനുള്ളത് അത് തന്നെയാണല്ലേ? ഒരു കെയർ എപ്പോഴും വേണം ശരീരത്തിന്റെ മറ്റവയവങ്ങളാണ്. അതായത് പെർമനന്റ് വരുന്ന പല്ലുകൾ ഒരു 6 years തന്നെ ഒരു മോളാർ ഇറപ്റ്റ് ചെയ്യും, അതായത് പുറത്തേക്ക് വരും. അപ്പോൾ ആ സമയം 6 year മുതൽ പല്ല് കെയർ ചെയ്ത് മാത്രം പോരാ, 1 year മുതൽ തന്നെ ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എവറി 6 months കൂടുമ്പോൾ ഡെന്റിസ്റ്റിനെ കാണാൻ ശ്രമിക്കാം. 1 year കൂടുമ്പോഴെങ്കിലും ഒന്ന് ചുരുങ്ങിയത് ചെയ്യണം, ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊന്നും ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. മറ്റ് അവയവങ്ങൾക്ക് വരുന്ന പോലെ പല്ലിനെ കാണുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് യൂസ് ചെയ്യാം, അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഏത് പേസ്റ്റാണ് സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത്? കുറേ ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. കിഡ്സ് ബണ്ണി, പല ഇപ്കട, അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. കിഡ്സ് ബണ്ണിന്റെ ചെരിയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് യൂസ് ചെയ്യാം. ഫ്ലൂറൈഡ് ആണ് ദന്തൽ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഘടകം. ബ്രാൻഡ് ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. ഇതന്നെ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്താൽ തന്നെ എല്ലാറ്റിലും കാണാറുണ്ട് ഫ്ലൂറൈഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. 1 ppm ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റ് ആണ് മുകളിൽ എഴുതി കാണാം. അതെ അതെ അതെ. അപ്പോൾ അതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചോയ്സ് ചെയ്യുക, അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചോയ്സ് ചെയ്യുക അല്ലേ? എന്നാലും ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പല്ലിന് പഴയ മലയാളികൾ, പണ്ടത്തെ മലയാളികളല്ല എല്ലാവരും സർവരും ഉമിക്കരി വെച്ചിട്ടാണ് തേക്കാറുള്ളത്. പണ്ട് ഓർക്കില്ലേ?
മനസ്സിലായി. ഉമിക്കരി, പ്ലാവിന്റെ ഇല, പ്ലാവിന്റെ ഇല, മാവിന്റെ ഇല, അതൊക്കെ ശരിക്കും അബ്രേഷൻ വരുത്തേ ഉള്ളൂ. നമ്മളുടെ ഒറിജിനൽ ഇനാമലിനെ അത് വിയർ ഓഫ് ചെയ്യുക. അത് എന്താ പറയാ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുകയും ചെയ്യാം. അതുപോലെ ഹാർഡ് ബ്രഷുകൾ ഉപയോഗിക്കരുത്. അതൊക്കെ സോഫ്റ്റ്നെസ് വേണം. സോഫ്റ്റ് ബ്രഷിന് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഹാർഡ് ബ്രഷിൽ ഒരുപാട് ഇനാമൽ നഷ്ടം വരും. ഇപ്പം ഈ പല്ല് വെളുക്കട്ടെ എന്ന് വെച്ചിട്ട് നല്ല അമർത്തി തേക്കുന്നവരുണ്ട്, ഹൊറിസോണ്ടലായിട്ട് നന്നായിട്ട് അമർത്തി. പക്ഷെ അത് ചെയ്യുന്നത് ദോഷേ സംഭവിക്കുള്ളൂ കേട്ടോ. പല്ലിന്റെ യഥാർത്ഥ നിറം എന്താ മേഡം? ഒരു സ്ലൈറ്റ് യെല്ലോ കളറാണ് ആക്ച്വലി. ഒരു പൂർണ്ണ ബലമുള്ള എന്ന് പറഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രമായ ടീത്തിന്റെ അതൊരു സ്ലൈറ്റ് എന്തായാലും ഉണ്ടാവും യെല്ലോ കളർ, യെല്ലോയിഷ് കളർ. പിന്നെ എനാമൽ പോകും തോറും അതിന്റെ കളർ ചേഞ്ച്, ഡെന്റിന് എക്സ്പോസ്ഡ് ആവും തോറും അതിന്റെ കളർ ചേഞ്ച് യെല്ലോ ആയി മാറും. യെല്ലോ ആയി മാറും. ഇനാമല് പാടെ മാറുമ്പോ തികഞ്ഞ യെല്ലോ കളറായി മാറും. അപ്പൊ ആരോഗ്യമുള്ള പല്ലല്ലാന്ന് മനസ്സിലാക്കാം. ആരോഗ്യമുള്ള പല്ലല്ലാന്നല്ല ഞാൻ പറയുന്നത്. ഇനാമൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആസിഡ് ഒരു നമ്മുടെ വായിൽ എന്തായാലും അണുക്കളുണ്ട്. ഒരു നല്ല നമ്മുടെ സലൈവ, ഉമിനീര് അതിലുണ്ട് എന്തായാലും. പക്ഷെ നമ്മൾ പുറമേ നിന്ന് ഈ ഷുഗർ, അതായത് മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ നമ്മുടെ ഈ ആസിഡ്, അത് എന്താ പറയാ, ഈ അതിലുള്ള അണുക്കളുണ്ടല്ലോ, അതും ഈ ഷുഗർ ആയ ഇതുണ്ടാവും, ഈ ഫുഡ് ഐറ്റംസ്, അതും കൂടി ചേർന്ന് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇനാമലിനെ വിയർ ഓഫ് ചെയ്യും. ഇനാമലിനെ പുറംപാളി, അതായത് പല്ലിന്റെ പുറംപാളിനെ അത് വിയർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെയർ ഡെന്റിലേക്ക് എത്തും. അപ്പം അവർക്കൊരു 10 എന്താ പറയാ പൊത്ത്, അതേപോലെ കേട്, പൊത്ത്, പോട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയും. അത് ഉണ്ടാക്കാൻ എളുപ്പം. അത് ഈ ആസിഡ് അറ്റാക്ക് നടന്നിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനൊരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ കഴുകുക എന്നുള്ളതാണോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ആഹാരം ഭക്ഷണത് ആസിഡ് ഐറ്റം ഉള്ള ഫുഡ് ഐറ്റംസ് പരമാവധി അത് ഏതൊക്കെയാണ് പല്ലിനെ സംബന്ധിച്ച്? ഫ്രൂട്ട്സ് ഉണ്ട്, ഓറഞ്ച്, അതൊക്കെ. അതുപോലെ പിക്കിൾസ്, അച്ചാറുകള്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതൊന്നും ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഒഴിവാക്കി അത് കഴിച്ചാൽ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇനാമൽ പെട്ടെന്ന് വിയർ ഓഫ് ആവും. പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കേട് വരാൻ സാധ്യത കൂടുതൽ. പ്രേക്ഷകരെ ശ്രദ്ധിക്കണം, നമ്മൾ രക്ഷിതാക്കൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശ്രീജ മേഡം പറയുന്നത് ടൊമാറ്റോ സോസ് ഒക്കെ അതിലേറി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ടൊമാറ്റോ സോസ്. എന്റെ മക്കളൊക്കെ കേട് കഴിഞ്ഞാൽ നമുക്ക് സോസ് മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ്, കേടുവരുത്തല്ലേ. അതെ, ഇന്ത്യസ് അതുപോലെ ഈ പ്രഗ്നന്റ് ലേഡീസിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഈ ആ സമയത്ത് ഒരു വോമിറ്റിംഗ് സിക്നെസ് ഒക്കെ ഉണ്ടാവണം. അപ്പൊ അത് കഴിഞ്ഞാൽ ഇത് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഉള്ളിലുള്ള ഗ്യാസ്ട്രിക് ആസിഡും കൂടെ അതിന് കൊടുപ്പ് വരും. അപ്പം അത് ആ ഒരു ആസിഡ് ഉണ്ടാവുമല്ലോ വയറുള്ളിൽ, പെട്ടെന്ന് തന്നെ ബ്രഷ് ചെയ്യരുത്. അതായത് ഒരു പ്രഗ്നൻസി പീരീഡിലുള്ള പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ് അല്ലേ. ഒരു അരമണിക്കൂർ ഛർദി സ്വാഭാവിക പ്രശ്നമാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ ഉടനെ നിങ്ങൾ പല്ല് തേക്കരുത്. അതെ, ബ്രഷിംഗ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പൊ തലയിൽ ഒന്ന് ന്യൂട്രലൈസ് ആവും. പി എച്ച് വാല്യൂ കുറയുന്ന സമയത്താണ് ഈ ആസിഡ് അറ്റാക്ക് വരുന്നത്. അപ്പം പി എച്ച് വാല്യൂ ഡൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താ പറയാ ഇനാമൽ വിയർ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാമൽ വിയർ ഓഫ് ആവും. ഗർഭാവസ്ഥയുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ ഛർദി ഉണ്ടാവും. ഛർദി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഛർദിച്ചു കഴിഞ്ഞാൽ ഉടനെ വളരെ എന്നാൽ ഒരു നോർമലി ഇപ്പോൾ ഒരു പ്രോസസ്സായി മാറിയിട്ടുണ്ട് അല്ലേ ഛർദി. എല്ലാവർക്കും ഉണ്ടാവാറില്ല. പ്രഗ്നൻസിയുടെ പ്രാഥമിക ഘട്ടങ്ങളിൽ ഉള്ളവർ ഛർദിക്കുന്നതാണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യേണ്ട, പെട്ടെന്ന് ബ്രഷ് ചെയ്യരുത്. ആഫ്റ്റർ ഹാഫ് ആൻ അവർ അല്ലേ, ഒരു അരമണിക്കൂർ ശേഷം നമുക്ക് ബ്രഷിംഗ് ആണ് നല്ലത് അല്ലേ. അല്ലെങ്കിൽ ഇനാമല് തകരാറാവും അല്ലേ, ഇനാമൽ വിയർ ഓഫ് ആവും. പുറംപാളിയാണല്ലോ, പ്രൊട്ടക്ട് ലെവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആസിഡ് അറ്റാക്ക്, അതായത് പല്ല് കേടുവരാൻ സാധ്യത കൂടുതലാണ്. ശ്രീജ മൂപ്പത്ത്, അങ്ങനെയാണ് പറയാം. ഡോക്ടർ ശ്രീജ മൂപ്പത്ത് എവിടെയായിരുന്നു പഠനം? ഞാൻ റോയൽ ഡെന്റൽ കോളേജ് ചാലിശ്ശേരിയായിരുന്നു ഞാൻ BDS പഠിച്ചത്. അതിനു മുന്നേ ഞാൻ എൻ്റെ അപ് ടു 10th ഞാൻ CMCS ശബരി സെൻട്രൽ സ്കൂളിലാണ്, ചെറുപ്പുളശ്ശേരിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചെറുപ്പശ്ശേരി ഹൈസ്കൂളിൽ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ BSc യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജ്, അമ്മയുടെ വീടിൻ്റെ അവിടെ മേലാറ്റൂര്. മഞ്ചേരിയിലെ യൂണിറ്റി വിമൻസ് കോളേജിലാണ് ഡിഗ്രി പഠനം. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് BDS അഡ്മിഷൻ നേടിയത്. അതെ അതെ അതെ, ദൈവാനുഗ്രഹമാണ് എന്നാ പറയുന്നത്. ശരിക്കും അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ BDS റോയൽ ഡെന്റൽ കോളേജിൽ. അവിടെ ഈ പഠന എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? നമ്മളെ പഠന സമയത്ത് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ? ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഈ കുട്ടികൾ പ്രാരാബ്ദം എന്നൊക്കെ പറഞ്ഞാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പാർട്ട് 1 പാർട്ട് 2 അതായത് ഫൈനൽ ഇയേഴ്സിലാണ് അത് മീൻസ് ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് മോൻ ഉണ്ടായത്.
അതിനു മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് പഠിത്തം അതറിയാലോ, നമുക്ക് രണ്ടും കൂടി കൊണ്ടുപോകാൻ. അതെ അതെ, വലിയൊരു ടാസ്ക്കാണ്, വലിയ ടാസ്ക് ഏറ്റെടുക്കാൻ. എല്ലാവരും പറയാറുണ്ട് ഡോക്ടർ ശ്രീജ മൂപ്പത്ത് എന്ന് പറയുന്ന കുട്ടി ഒരു സകലകലാ വല്ലഭയാണ് എന്ന് പറഞ്ഞാൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥതാപൂർവം പഠിക്കാൻ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു കുട്ടിയാന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് മറ്റുള്ള മുതിർന്നവർ പറയുന്നത്, ഞാൻ പറയുന്നതല്ല, മുതിർന്ന ആളുകൾ. എങ്ങനെയാ തോന്നുന്നത്? അയ്യോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ആഗ്രഹം ഉണ്ടാവും, കുറെ ആഗ്രഹങ്ങൾ മനസ്സുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ നമ്മൾ അതിനൊരു റിസ്ക് എടുക്കും. നമ്മളെ വിവേകാനന്ദ സ്വാമി പറയാറില്ല, സ്വാമി വിവേകാനന്ദ പറയാറുണ്ട്, ടേക്ക് റിസ്ക് ഇൻ യുവർ ലൈഫ്. ഇഫ് യു വിൻ യു ക്യാൻ ലീഡ്, ഇഫ് യു ലോസ് യു ക്യാൻ ഗെയിൻ. അപ്പൊ അതുപോലെ ഒരു എവരി സക്സസ് ബിഹൈൻഡ് ദ എന്താ പറയാ കർട്ടന് പിന്നിൽ ഒരു റിസ്ക് ഉണ്ടാവും. അപ്പോൾ റിസ്ക് ബന്ധിതമാണ് വിജയം എന്നാണ് ഡോക്ടർ ശ്രീജ യുവകഥകളോട് പറയുന്നത്. ഈയിടെയായിട്ട് മോള് ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ മോള് ഡാൻസ് പഠിച്ചപ്പോൾ എനിക്കും ഒരു കോവിഡ് ടൈമിലൊക്കെ ഞാൻ അതാ പറയാൻ ചോദിക്കുന്നത്, ഡാൻസ് പഠിക്കണം, ഡാൻസറാണ്. അങ്ങനെയൊന്നുമില്ല, എന്റെ ബേസിക്കായ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ മുതൽക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ്, പക്ഷെ അന്ന് പറ്റിയില്ല. തൂത വീട്ടിക്കാട് എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഡോക്ടർ ശ്രീജയുടെ ജനനം. അവിടെ ഇത് ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ദൂരം മെയിൻ റോഡിലേക്ക് എത്താൻ കുറേ പോകണം. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നീടാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. കോവിഡ് കാലത്താണ് തുടങ്ങിയത്. ഇപ്പൊ ഒരു കോവിഡ് ഉണ്ടായിരുന്നില്ല, ആ ടൈമിലാണ് ഞാനിങ്ങനെ വസന്ത ടീച്ചറെ അടുത്തായിരുന്നു. കലാമണ്ഡലം വസന്തി ടീച്ചർ, അതായത് നമ്മുടെ തൊട്ട് സൗപർണികയിലെ വസന്ത ടീച്ചർ. ബേസിക് ആയിട്ടുള്ള കുറെ സ്റ്റെപ്സ് ഒക്കെ പഠിക്കണം. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ വെള്ളാനിക്കര CSC വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, തൃശ്ശൂര്. അപ്പൊ ആ ടൈമില് നമ്മുടെ പിള്ള സാറെ അറിയോ, നമ്മുടെ പ്രൊഡ്യൂസർ മോള് അറിയില്ലേ, ചിത്രം സാറിന്റെ മോളുണ്ട് പ്രീതി വിയൻ. അപ്പം മോഹൻലാൽ സാറിന്റെ ചിത്രം പ്രൊഡ്യൂസർ വലിയ ആളല്ലേ പിള്ള സാറിന്റെ മോള് പ്രീതി വിയൻ ഉണ്ട്. അറിയോ? ഫ്രണ്ടാണ്? അറിയാലോ. വീടിന്റെ അടുത്താണോ? വീടിന്റെ അടുത്തല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പഠിക്കാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളാനിക്കര. അപ്പം വെള്ളാനിക്കരയ്ക്ക് അടുത്ത് തന്നെയാണ് ഇവരുടെ വീട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ പറഞ്ഞപ്പം നമ്മളെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ, ഒരു ഫ്രണ്ട് ഉണ്ട് ലാബിലെ ഒരു കുട്ടി, അപ്പൊ അവര് പഠിക്കുന്നുണ്ട് അവിടെ. അപ്പൊ എനിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. പ്രീതി. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആള് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പൊ ആള് പറഞ്ഞു അതിനെന്താ നമുക്ക് ചെയ്യാലോന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഡാൻസ് അത് ഒരു ഐറ്റമെങ്കിലും, കാരണം അറിയാലോ ഞാൻ അവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അതായത് ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അത് ആഫ്റ്റർനൂൺ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ട്രെയിനിന്റെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 hour ആളെടുത്ത് പോയിണ്ടായിരുന്നു ഡാൻസ്. ഈ പിള്ള സാറുടെ മോള് പ്രീതിയാണ് മേഡത്തിന്റെ ഡാൻസിന്റെ ഒരു അരങ്ങേറ്റം കുറിക്കാൻ. എനിക്ക് വസന്ത ടീച്ചർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അതിന്റെ കുറെ സാഹചര്യങ്ങൾ കാരണം കൊണ്ട് വലിയൊരു നല്ല കാര്യാട്ടോ. അപ്പൊ ഞാനത് ഒരിക്കലും വെടിഞ്ഞില്ല, ഞാൻ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പ്രീതി ടീച്ചർ സായി കലാക്ഷേത്ര ആളുടെ അവരുടെ കലാക്ഷേത്രം ഉണ്ട്, സായി കലാക്ഷേത്ര തൃശ്ശൂര്. തൃശ്ശൂരുണ്ട് ഇപ്പോഴും, തൃശ്ശൂര് പട്ടിക്കാട് മണ്ണുത്തി റോഡ്. അതന്നെ അവിടേക്ക് ഞാൻ ആക്റ്റീവ് എടുത്തിട്ട് ഞാൻ തൃശ്ശൂര് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ട്രെയിൻ കയറി പോരാറ്. അപ്പൊ ഞാൻ അവിടുന്ന് കുറച്ചൊരു 1 or 2 kilometers ഉള്ളൂ. അപ്പൊ ഞാൻ പട്ടിക്കാട് അങ്ങനെ പ്രീതിച്ച് അവിടെ ഒരു ആള് പറയും മോനെ എന്ന് വെച്ചാൽ ഭയങ്കര നല്ലൊരു ടീച്ചറായിരുന്നു. ടീച്ചറാണ് എന്നെ പിന്നെ നമുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. തീർച്ചയായും വിളിക്കാറുണ്ട്. തീർച്ചയായും വലിയൊരു കലാകാരിയാണ് സായി അല്ലേ? സായി കലാക്ഷേത്ര തൃശ്ശൂരിലെ പ്രീതി ടീച്ചർ. അവരോടാണ് കടപ്പാട്. അവരോടും വസന്ത ടീച്ചറോട് പിന്നെ അത് വീണ്ടും നമുക്ക് മൂകാംബികയിലെ അരങ്ങേറ്റം ഗുരുവായൂരായിരുന്നു. മോളുടെ ടീച്ചർ മേഡത്തിന്റെ മോള് പഠിക്കുന്നത് നമ്മുടെ ടീച്ചറെ അടുത്താണ്, വസന്ത ടീച്ചർ. ഇപ്പൊ ടീച്ചർ ഒരു ഐറ്റം നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഗുരുവായൂർ കളിക്കുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂകാംബികയും. അപ്പൊ അവിടെ രണ്ടും എനിക്ക് എന്താ ദൈവാനുഗ്രഹത്തിൽ കളിക്കാൻ പറ്റി. നല്ലൊരു കയ്യടി നേടാൻ സാധിച്ചു അല്ലേ? ആ ഒരു കളിയുടെ സമയത്ത് നമുക്ക് ഗുരുവായൂരപ്പന്റെ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അവരെന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്ത് തരുമായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൃഷ്ണഭക്തിയാണ് അങ്ങ്. അതുപോലെ ബുദ്ധന്റെ ചിത്രം, ശ്രീബുദ്ധന്റെ ദർശനങ്ങൾ ടീച്ചറെ സ്വാധീനിച്ചിട്ടുണ്ട്, മേഡത്തിനെ സ്വാധീനിച്ചു. ടീച്ചർ എന്ന് പറയുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോയതാണ്. ഡോക്ടറെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും എനിക്ക് നമ്മുടെ പറയാ നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന ഒരു സംവാദം തന്നെ ശരിക്കും പറയുമ്പോൾ.
ഞാൻ ദിവസം അമ്പലത്തിൽ പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു കരുണ അല്ലേ? അതെ, അച്ഛൻ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന് പറയുന്ന അല്ലേ ചൊല്ലാറുണ്ടോ? ചെല്ലാറുണ്ട്, സഹസ്രനാമമൊക്കെ ചെല്ലാറുണ്ട്. അറിയോ രണ്ട് വരി ചൊല്ലാൻ? അങ്ങനെയില്ല, ചെയ്യുമ്പോ അങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതാണല്ലേ. പിന്നീട് ഞാൻ ഡോക്ടർ ശ്രീജ മേഡത്തിനെ അന്വേഷിക്കുമ്പോൾ യോഗയിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് ദിവസം നമ്മുടെ കേശവൻകുട്ടി സാറ് എപ്പോഴും ഞാനിപ്പം ക്ലാസ്സിന് കയറിയില്ലെങ്കിലും ആളെ വിളിച്ചു ഓർമ്മിപ്പിക്കും, നാളെ നമുക്ക് യോഗ ഉണ്ട് കേട്ടോ മോർണിംഗിൽ, അപ്പോൾ ചെയ്തോളൂ. ഞാനത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഐ തിങ്ക് 2013 അപ്പോൾ ആ ടൈം മുതൽക്കേ ഞാൻ യോഗ പഠിക്കുന്നുണ്ട്. യോഗ പഠിതാവാണ്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വേങ്ങേരി അമ്പലത്തില് കേശവൻകുട്ടി സാർ എടുക്കണ്ടായിരുന്നു. അപ്പം സാറടുത്ത് പോയിട്ട്, വേങ്ങേരി ക്ഷേത്രം പ്രസിദ്ധമാണ് ശരിക്കും, ചെമ്പൈ അതെ, ഭാഗവതർ കുഴിക്കുന്നത്ത്, അവിടെ ഞാൻ ദിവസം പോകുന്നതാണ്. കുഴിക്കുന്നത്ത് പോകാറുണ്ട്? പിന്നെ തീർച്ചയായും അടുത്താണല്ലോ, അടുത്താണ്. അപ്പം ദിവസം അവിടെ പോകാറുണ്ട്. അപ്പം അവിടെയാണ് ആ ഒട്ടുകൾക്ക് നടത്തുന്നതാണ്. അപ്പം ആള് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേസിക് അതൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ അത് കണ്ടിന്യൂ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നതും ചെയ്യാറുണ്ട്. സൺഡേസ് ഒക്കെ ഫോളോ അപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിംഗ് ആണ് അതല്ല, അത് ഫസ്റ്റ് അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇപ്പം സാധാരണ നോർമൽ യോഗ തന്നെ കണ്ടിന്യൂ ചെയ്തു. ആസനങ്ങളൊക്കെ ചെയ്യാറുണ്ട്? എല്ലാ ആസനങ്ങളും ഏതെല്ലാം ആസനങ്ങൾ ചെയ്യും? ഏത് ഇഷ്ടപ്പെട്ട ആസനം? അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെയൊന്നുമില്ല. പ്രാണായാമൊക്കെ ചെയ്യാറുണ്ട്. പ്രാണായാമം ചെയ്യാറുണ്ട്, ബ്രീത്തിങ് തെറാപ്പി അതൊക്കെ ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ഒരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ യോഗയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ എന്താ പറയുക, മറ്റ് കാര്യങ്ങളൊക്കെ കുറേ ആൻഷ്യറ്റി, അങ്ങനെ സ്ട്രെസ്സൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് അതിന്നൊക്കെ ഒരു എസ്കേപ്പ്, മോചനം കിട്ടാൻ നമ്മുടെ യോഗ ഏറ്റവും നല്ലതാണ്. ഈ ഓക്സിലറി യോഗാസ് ഉണ്ട്, സഹായകമായ നമ്മളെ മസിലുകളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ചെയ്യാവുന്ന യോഗകളൊക്കെ ചെയ്യാറുണ്ട്. നമസ്കാരമൊക്കെ ഡെയിലി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റും. നമ്മൾ ജോർജ് ജേക്കബ് സാറുടെ ഒരു ബുക്കുണ്ട്, ഒരു അറിയോ, നമ്മുടെ ഒരു ജോർജ് ജേക്കബ്, ഒരു അതന്നെ അലക്സാണ്ടർ ജേക്കബ്, അങ്ങനെ അലക്സാണ്ടർ ജേക്കബ് IPS DGP, പഴയ DGP അലക്സാണ്ടർ ജേക്കബ് സാറുടെ ഒരു ബുക്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട് യോഗയെ കുറിച്ചിട്ട് ഒരു ലൈൻ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു തോന്നി. വെച്ചാൽ അവര് ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് നമ്മളുടെ വാക്കിംഗ്, സ്വിമ്മിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രയോ ദൂരം നടക്കുന്നതിനേക്കാൾ, എത്രയോ ദൂരം എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു സൂര്യ നമസ്കാരം, ഒരു ഡെയിലി സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ ഈ വക സംഭവം അതിനേക്കാളും എഫക്റ്റീവ് ആണെന്ന്. അത് അത്രയും എഫക്റ്റീവ് ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ സൂര്യൻ എറ്റേണലാണ്, അതുകൊണ്ട് സൂര്യ നമസ്കാരം ശീലിക്കാനാണ് ഡോക്ടർ ശ്രീജ പറയുന്നത്. ആരോഗ്യം പരിപൂർണമായി സംരക്ഷിക്കാൻ സൂര്യ നമസ്കാരം ഉത്തമമാണെന്ന് നമ്മുടെ ഡോക്ടർ ശ്രീജ പറയുന്നു. VS അച്യുതാനന്ദൻ സാറ് സൂര്യനെ പ്രണമിച്ചിട്ടുള്ള ആളാണ്, സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളാണ്, സൂര്യനെ നോക്കുന്ന ആളാണ്. സൂര്യനിലൂടെയാണ് സർവ്വവും വരുന്നതെന്ന് ശ്രീജ മേഡം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, ഡോക്ടർ ശ്രീജയും പറയും. വലിയ വലിയ മഹാന്മാരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അത് ഏറ്റു പറഞ്ഞു. അതെ അതെ, കണ്ടിന്യൂറ്റിയാണ്. അങ്ങനെയാണ്, മഹത് വചനങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ബുക്സിലൊക്കെ വായിച്ചിട്ടൊരു അറിവ്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറും അത് പറഞ്ഞിട്ട്, മുൻ DGP, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് പറയാനുള്ളത്? പുതിയ ആളുകളോട്, യുവതയാണല്ലോ. അപ്പോൾ മേഡം ഒരു ചെറുപ്പ കുട്ടി എന്നുള്ളതിലേക്ക് അങ്ങനെയാണല്ലോ നമ്മൾ പറയുക, മേഡത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് യുവതയോട് പറയുക, യൂത്തിനോട് ഇന്നത്തെ യൂത്ത് എന്ന് പറയുമ്പം നമ്മൾ അധികം വായിക്കാനൊക്കെ സമയം കണ്ടെത്തുക. ഇപ്പോൾ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കത് എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഇപ്പം അങ്ങനെ പോയാലേ നമുക്ക് ജീവിതം കുറച്ചും കൂടി ഫ്രൂട്ട്ഫുള്ളായിട്ട് എൻജോയ് ചെയ്തിട്ട് നടത്താൻ പറ്റും. അതാണ്. പിന്നെ പല്ലിൻ്റെ കാര്യമാണ് മെയിൻലി എനിക്ക് പറയാനുണ്ടാവും. അത് ഏർലി വെച്ചാൽ നമ്മൾ കോസ്റ്റ് എഫക്റ്റ് ഭയങ്കര എക്സ്പെൻസീവാന്ന് വെച്ചിട്ട് ആരും ഡെന്റൽ ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത്. കാരണം ഏർലി സ്റ്റേജിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനും പറ്റും. ഇപ്പം നമുക്ക് ഇപ്പോൾ ചെറിയൊരു ഫീലിംഗ് ഉള്ള കേസ് നമ്മൾ ഡിലേ ആക്കും തോറും അത് പിന്നെ RCT റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവും. പിന്നെയും ഡിലേ ആക്കും തോറും എക്സ്ട്രാക്ഷൻ, ഇംപ്ലാന്റ്, അങ്ങനെ കോസ്റ്റ് ഭയങ്കര ചെലവേറിയ ചികിത്സ, അതെ, കോസ്റ്റ് ട്രീറ്റ്മെന്റിലോട്ട് എത്തും. അപ്പം ഭയങ്കര ഏർലി സ്റ്റേജിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്.
പല്ല് സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു തൊട്ടടുത്ത ഡെൻറ്റിസ്റ്റിനെ കാണുക എന്നാണ് ഡോക്ടർ ശ്രീജ പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത് എവിടെ വെച്ചാൽ അവിടെ നിങ്ങൾ പോകണം, ഒരു ഡെൻറ്റിസ്റ്റിനെ കാണണം. ചെറിയ കുട്ടികളായാലും മുതിർന്നവരായാലും. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവേറിയ ബാധ്യത വരും അല്ലേ? ഇപ്പം ചില കാരീസ്, അതായത് പല്ലിന് പൊത്ത് അതൊക്കെ ഉണ്ടാവല്ലോ, അത് കേട് ആ സംഭവം ചിലപ്പം സിംറ്റംസ് കാണിക്കില്ലായിരിക്കും. സൈലൻ്റ് ആയിട്ട് ചെറുതായിട്ട് അത് അധികം പെട്ടെന്ന് നമുക്ക് പൊളിപ്പ് വരണമെന്നില്ല. ചിലപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ ഡെന്റിസ്റ്റിനെ കാണിക്കാം, എന്നിട്ട് അതിന് വേണ്ട വിളിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. പിന്നെ വേറെ വെച്ചാൽ ചിലരും ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് പല്ല് കെട്ടിക്കാൻ എന്താ ചെയ്യാം. അപ്പം നമുക്കങ്ങനെ കൃത്യമായിട്ട് പേഷ്യൻറ്റിനെ കാണാതെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അതായത് പേഷ്യൻറ്റിനെ കണ്ട് ക്ലിനിക്കിൽ വന്ന് കറക്റ്റായിട്ട് അവരുടെ കടി എങ്ങനെയെന്ന് നോക്കണം, അതുപോലെ തന്നെ ബൈറ്റ് അതുപോലെ മോണരോഗം ഉണ്ടോ നോക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഒരിക്കലും ഒരു ഡോക്ടർക്ക് പേഷ്യൻ്റ് നേരിട്ട് കാണാതെ ട്രീറ്റ്മെൻറ്റ് ചാർജ് ഇത്ര പറയാൻ പറ്റില്ല. ഒരു ഫോൺ നമുക്ക് ഒരിക്കലും ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഇത്ര ചാർജ് ഫിക്സഡ് ആയിട്ട് ഉണ്ടാവും പറയാൻ പറ്റില്ല. നമുക്ക് പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെയാണ് പേഷ്യൻസിൻ്റെ അതായത് ഓറൽ ക്യാവിറ്റി ചെക്കപ്പ് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ. ഫോണിലൂടെ ട്രീറ്റ്മെന്റ് പറ്റില്ല. അതാ ഞാൻ പറയുന്നത്, ഇത്ര ട്രീറ്റ്മെന്റ് ഇത്ര കാശ് വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പേഷ്യന്റിനെ കണ്ട മാത്രം പല പേഷ്യൻസിനും എൻ്റെ ഇത്രയും ഒരു പ്രാക്ടീസിന് കൊണ്ടൊരു അനുഭവം കൊണ്ട് പറയാം. പല പേഷ്യൻസും നമ്മളോട് ഫോണിലൂടെ ചോദിക്കാറ്, ഡോക്ടർ എത്ര ട്രീറ്റ്മെന്റ് എത്ര ചാർജ് വരും. നമുക്ക് ഒരിക്കലും ട്രീറ്റ്മെന്റ് ചാർജ് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം പേഷ്യൻസ് വന്ന് കണ്ടിട്ട് പേഷ്യൻസിനെ കൃത്യമായിട്ട് കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ആൾക്ക് ഗംസിന്റെ മോണരോഗം ഉണ്ടോ നോക്കണം, അതുപോലെ തന്നെ കടി കറക്റ്റ് ആണോ നോക്കണം. അതൊക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇത്ര ക്രൗൺ ഫിക്സ് ചെയ്യാൻ പറ്റുമോ, പല്ല് വെക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പല്ല് കെട്ടിക്കാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലരും പല്ലിനെ കാണുന്നത് രണ്ടാമതായിട്ടാണ്. ഫസ്റ്റ് പരിഗണന പല്ലിന് കൊടുക്കുന്നില്ല. സത്യത്തിൽ കൊടുക്കേണ്ട ഒരു സാധനം പല്ലാണ് അല്ലേ? അതെ അതെ അതെ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണേണ്ടത് നമ്മുടെ പല്ല് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഡോക്ടർ ശ്രീജ പറയുന്നത്. അതുപോലെ നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ പരമാവധി പല്ലിൻ്റെ എന്ത് പ്രശ്നങ്ങൾക്കും സമീപിക്കണം. നമ്മളെ ചെലവുകൾ നോക്കാതെ, വലിയ ഭാരിച്ച ചെലവുകൾ വരാതെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല്ല് സംരക്ഷണം നമ്മുടെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കാൻ പറ്റുമെന്നാണ് ശ്രീജ മേഡം പറഞ്ഞു വെക്കുന്നത്. മേഡത്തിൻ്റെ കുടുംബം? ഹസ്ബൻഡ് ശശിധരൻ, പിന്നെ ആള് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ അതുപോലെ മക്കൾ 3 പേരാണ്. ശശിധരൻ മൂപ്പത്ത്, സിവിൽ കൺസൾട്ടന്റ്, സിവിൽ കൺസ്ട്രക്ഷൻ വിങ് ആണ് അല്ലേ? എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. യെസ്. പിന്നെ 3 കുട്ടികൾ, മൂത്തമൻ ശ്രീനന്ദ്, ശ്രീനിധി, ശിവന്യ. ഒരാൾ കാർമൽ സ്കൂളിലും ബാക്കി 2 പേരും ഭവൻസ് വീട്ടാമ്പാറയാണ് പഠിക്കുന്നത്. വീട്ടാമ്പാറ ഭവൻസിൽ പഠിക്കാൻ 2 കുട്ടികൾ, ഒരാൾ കാർമലിലും പഠിക്കുന്നു. മേഡത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്, നന്മകളും നേരെയാണ്. വലിയ സന്തോഷം മേഡം. മേഡത്തെ കണ്ടതന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. വലിയ സന്തോഷം. താങ്ക് യു.